ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഇന്നലത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിത് ബാങ്കിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ തൃപ്രയാർ ബ്രാഞ്ചുള്ള ICICI ഉണ്ടല്ലോ, അവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ 2009 ആ സമയത്തുള്ള സാലറി അക്കൗണ്ടിൻ്റെ ATM ആണ്. അപ്പോൾ അതിൽ ഒന്നും ലിങ്ക് ചെയ്തിട്ടില്ല, ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ല, പിന്നെ പാൻ കാർഡ്. അപ്പോൾ അതൊക്കെ ലിങ്ക് ചെയ്തു. പിന്നെ നമ്മൾ നേരെ ഏകദേശം നമുക്കൊരു 5000 റുപ്പീസ് അതിലുണ്ടായിരുന്നു കേട്ടോ ATM-ൽ. അപ്പോൾ ആ കാശും വിത്ഡ്രോ ചെയ്തിട്ട് നമ്മൾ നേരെ കേക്ക് ഷോപ്പിലേക്ക് പോയി. അപ്പോൾ പോകുന്ന വഴിക്കുണ്ടല്ലോ, നമ്മൾ യവനിക ഫ്ലവേഴ്സിൽ നിന്ന് നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് 2 എണ്ണം. ഞാനങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവേഴ്സ് വാങ്ങിക്കുന്നത്. പക്ഷേ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഫ്ലവേഴ്സ് വാങ്ങിക്കാത്ത വലിയ താല്പര്യമില്ല. പക്ഷേ ഇന്ന് നല്ലൊരു ഡേ ആണ്, ആരും ഇല്ല, നമ്മൾ സോളോ. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാനായിട്ട് പോവുകയാണ്, കേക്കിന് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഭയങ്കര മനസ്സിൽ ത്രില്ലിങ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വിനിച്ചേട്ടന് 2 ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ നമ്മളിത് കേക്ക് ഷോപ്പ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃപ്രയാർ സിഗ്നലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ്. നമ്മൾ ഗുരുവായൂർ ബസ് കയറുന്നതിൻ്റെ അവിടെ സ്റ്റോപ്പിൻ്റെ നേരെ ബാക്ക് സൈഡിലുള്ള ഷോപ്പാണ്. ഒരു കുഞ്ഞു ഷോപ്പാണ്. അവിടെ പ്രത്യേകിച്ച് കളക്ഷൻസ് ഒന്നും പറയാനായിട്ടതൊന്നും ഇല്ല. പക്ഷേ എങ്കിലും അത്യാവശ്യം വേണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ കളക്ഷൻസൊക്കെ എൻ്റെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാനായിട്ട് കണ്ടില്ല, ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ എന്തൊക്കെയാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, ഞാൻ അത് വീഡിയോ ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണ് അത്യാവശ്യം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ്. ഓക്കെ. പിന്നെ ഞാനൊരു ഡമ്മി കേക്ക് ഈ നെക്സ്റ്റ് കമ്മിങ് സൺഡേയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ്, കാരണം നമ്മൾ കഴിവൊക്കെ ഒന്നും കൂടെ തെളിയിക്കണമല്ലോ. അപ്പോൾ ഏകദേശം നമുക്കൊരു 4000 റുപ്പീസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റിലൊരു 5000 ആയി, ഇപ്രാവശ്യം ഒരു 4000 ആയി. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് നേരെ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഫുള്ള് ബസ്സിലായിരുന്നു, അങ്ങോട്ട് 10 അങ്ങോട്ട് 10 അങ്ങനെയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് അറൗണ്ട് തൃപ്രയാർന്ന് ഒരു 120 ഏകദേശമൊക്കെ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 10 രൂപ മാത്രം കൊടുത്താൽ മതി, നല്ല സുഖമായിട്ട്. പക്ഷേ കുറേ വെയിൽ കൊള്ളണമെന്ന് മാത്രം. പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ത്രില്ലാണ് കേട്ടോ. ഇച്ചിരി വെയിൽ കൊണ്ടാലും ആ ഒരു സുഖമുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഈ പുഴയുടെ സൈഡിലൂടെ വരുമ്പോഴല്ലോ നല്ലൊരു കാറ്റാണ് കേട്ടോ. ആ ഒരു വെയിലും ചൂടും ഒക്കെ അങ്ങ് പോവും. അങ്ങനത്തെ നേരെ ബസ് ഇറങ്ങിയിട്ടൊരു ഇച്ചിരി നടക്കാനാണ് കേട്ടോ. അപ്പോൾ അത് നടക്കുകയാണ്, നല്ല പൊരി വെയിലാണ്. ഈ ഭാഗം ഉണ്ടല്ലോ നിറയെ പൂക്കളൊരു വീടാണ് കേട്ടോ ഈ സൈഡ് കാണുന്നത്. അങ്ങനത്തെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി കുറച്ച് വീട്ടിലെ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. നല്ല ടാൻ അടിച്ച് സൺസ്ക്രീൻ പോലും ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ, നല്ല ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ജിംബു സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. 12 മണിയുടെ എക്സാം, 12 മണി കഴിഞ്ഞ് എത്തും. ചെന്ന് കഴിഞ്ഞാൽ ഒരു കലിപ്പ് കേൾക്കാം കേട്ടോ. വെയിറ്റ്. എന്തിന് മിനി കൂപ്പർ വാങ്ങിക്കണ്ടേ? ചക്കര വാങ്ങിക്കണ്ടേ? പിന്നെന്താ എക്സ്പെക്ട് ചെയ്തു. ഞാൻ ബസ് ഇറങ്ങിയപ്പോ സമയം നോക്കിയത് അയ്യോ 12 ആയല്ലോ. അപ്പൊ അപ്പോഴേ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സൺഡേ എൻ്റെ വെഡിങ് കേക്കിൻ്റെ പോസ്റ്റ് കാണാം കേട്ടോ. പ്രാർത്ഥിക്കണേ.